മോശ സമയം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഈ സമയത്ത് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അബദ്ധമാവും. എന്തുകൊണ്ട് അബദ്ധമാവുന്നു? എന്തിനാണ് ഈ ശനി പ്രശ്നം വരുമ്പോൾ നമ്മൾ എള്ളുതിരി കത്തിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? എള്ള് കത്തിക്കുന്ന സമയത്ത് ജാതകങ്ങളിൽ പെർഫെക്റ്റ് ജാതകം എന്നുള്ളത് ഒരു കൺസെപ്റ്റ് ഉണ്ടോ? നമ്മുടെ ചില നാളുകൾ ഇപ്പം എന്താ പറയുക, രാജയോഗമുണ്ട് എന്നൊക്കെ കേൾക്കുന്ന ചില നാളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു നാളിന് മാത്രം അങ്ങനെ ഒരു യോഗമാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഒരു നല്ലൊരു സബ്ജക്റ്റ് ആട്ടോ. അതായത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഏതൊരു ജാതകം എടുത്താലും അതിനകത്ത് പെർഫെക്ഷൻ ഇല്ല, പ്രശ്നമില്ലാത്തൊരു ജാതകമില്ല. ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് പ്രശ്നം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏത് ജാതകം എടുത്താലും അതിനകത്ത് രാജാവാകാനുള്ള യോഗം, ദരിദ്രനാകാനുള്ള യോഗം, സന്താനങ്ങൾ ഉണ്ടാവാനുള്ള യോഗം, സന്താനം ഉണ്ടാവാതിരിക്കാനുള്ള യോഗം, ഇതെല്ലാം ഉണ്ടാവും. ഇതിൽ ആ ഗ്രഹങ്ങൾ കൂടി നിൽക്കുന്നതിനനുസരിച്ചിട്ട് ഇതിന് യോഗങ്ങൾ എന്ന് പറയുമല്ലോ. അതായത് ഇപ്പം ഒരാളുടെ മേടത്തിനകത്ത് ചന്ദ്രനും ശുക്രനും കുജനും നിൽക്കുന്നു വിചാരിക്കും. വെറുതെ ഒരു 12 കള്ളി വരച്ചിട്ട് അത് ജാതകമാവില്ല. ഇതിനകത്ത് ഈ ഗ്രഹങ്ങൾ കൂടി നിൽക്കുന്നതിനാണ് ജാതകത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അതുകൊണ്ട് യോഗങ്ങൾക്കാണ് ജാതകത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇതിനകത്ത് നെഗറ്റീവും പോസിറ്റീവുമായിട്ട് ഗ്രഹങ്ങൾ നിൽക്കും. എപ്പോഴും പോസിറ്റീവായിട്ട് ഗ്രഹത്തിന് നിൽക്കാൻ പറ്റില്ല. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമം. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നെഗറ്റീവായിട്ടാണ് നിൽക്കുക. എല്ലാം കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രത്തിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഗ്രഹങ്ങൾ, ഈ ഗ്രഹങ്ങൾ ഒരാളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതിന് നമ്മൾ സ്ഫുടക്രിയയിലൂടെ മനസ്സിലാക്കാൻ പറ്റും ജ്യോതിഷത്തിൽ. അപ്പോൾ നന്നായിരിക്കുന്ന യോഗങ്ങൾക്കാണ് കൂടുതൽ സ്വാധീനം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല കാര്യങ്ങൾ വർക്കൗട്ടാവും. മോശമായിരിക്കുന്നതാണെങ്കിൽ മോശം വർക്കൗട്ടാവും. അപ്പോൾ ഇതിന് ഇത്തരത്തിൽ നമ്മൾ യോഗഭംഗം എന്നൊക്കെ പറയും. ആ മോശമായിരിക്കുന്നതിനൊന്ന് റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രഹശാന്തി പോലത്തെ യന്ത്രങ്ങൾ കൊടുക്കുന്ന പ്രോസസ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്തതിന് മാറ്റാം. പിന്നെ നമ്മൾക്ക് പൊതുവേ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് നക്ഷത്രഫലം. ഈ പറഞ്ഞ രോഹിണി നക്ഷത്രഫലം. അതായത് രോഹിണി നക്ഷത്രക്കാർക്ക് ഇത്രാം തീയതി തൊട്ട് ഇത്രാം തീയതി വരെ രാജയോഗം വരുന്നു, അല്ലേ? അടുത്ത ആഴ്ച ലോട്ടറി എടുത്താൽ അടിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഇത് അടിക്കാറുണ്ടോ എന്നുള്ള പ്രശ്നം. അടിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ എല്ലാ രോഹിണി നക്ഷത്രക്കാർക്കും ഈ ഫലം പ്രാക്ടിക്കലല്ല. ഇതൊരു ഇൻ ജനറൽ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ ദശാസന്ധിയുടെ ഫലം ഉണ്ടല്ലോ. അതായത് ഇപ്പം എന്താ പറയുക, ശനിദശയിൽ ഭയങ്കര പ്രശ്നമാണ്. ശുക്രദശ വന്ന അടിപൊളിയാണ്. നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിലുള്ളൊരു വലിയ ഇതിനകത്തും ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു കാര്യം നടക്കുന്നുണ്ട്. അതായത് ശുക്രദശയിൽ നമുക്ക് എല്ലാവർക്കും ശനിദശയും ശുക്രദശയൊക്കെ ഏകദേശം ഒരുപോലെയാണ്. എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ശനിദശാ കാലഘട്ടത്തിൽ നമ്മളൊന്ന് തുമ്മിയാൽ വരെ നമ്മൾ നോട്ടീസ് ചെയ്യും, അല്ലേ? ഒരു തുമ്മുമ്പോൾ പറയും, ആ ശനി കൊണ്ടാണ് തുമ്മിയത്, അല്ലേ? ശനിദശയാണ്. അപ്പോൾ അതിനൊരു കഥയുണ്ടല്ലോ. എന്താ, ഓവിൻ്റെ ഉള്ളിൽ എലി കെട്ടു, എലീനെ അങ്ങോട്ട് കുത്തി ഇവിടുന്ന് വെള്ളം ഒഴിച്ചു, അപ്പോൾ എലിക്ക് വെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കഥകളൊക്കെ ഉണ്ട് ശനിക്കുള്ള. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, ശനി ദശാ കാലഘട്ടത്തിൽ നമുക്ക് വരുന്ന ഓരോരോ ബുദ്ധിമുട്ടുകളും നമ്മൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ശനിദശ ഭയങ്കര കഠിനത് കുറച്ച് സമയം എടുക്കുമല്ലോ, പെട്ടെന്ന് തീരുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ച് നമുക്ക് എന്താ പറയുക, ഈ പ്രശ്നം വന്നാൽ അത് ശനിദശ കൊണ്ടാണ്. ഒരുത്തൻ നമ്മളെ ചീത്ത പറഞ്ഞു ശനിദശ കൊണ്ടാണ്. ശുക്രദശയിലും ഇയാൾക്ക് തുമ്മലും ചീത്ത പറച്ചിലും അടിയൊക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷേ ഇയാൾ എന്ത് വിചാരിക്കും, നാളെ ശരിയാവും, ഇത് ശുക്രദശയാണ്. അപ്പോൾ ഇതങ്ങ് വിട്ടുപോകും, ഇത് ഇഗ്നോർ ചെയ്യും. കാരണം ഇയാൾക്ക് എപ്പോഴും ശുഭാപ്തി വിശ്വാസം ഉള്ളിൽ നടക്കുന്നുണ്ട്. സത്യത്തിൽ ശുക്രദശയായിട്ട് നമ്മൾ തന്നെ കോമൺലി കേൾക്കാറുണ്ട്, എനിക്ക് ജാതകത്തിൽ രാജയോഗമുണ്ട്, എന്നിട്ട് എനിക്ക് 5 പൈസ ഇല്ല, അല്ലേ? ഇപ്പം ശുക്രദശയാണെന്നാണ് പറയുന്നത്, പക്ഷെ എനിക്ക് യാതൊരു ഗുണവുമില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം. നമ്മളൊരു ജ്യോതിഷനെ കാണാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കും, ഇപ്പം എൻ്റെ സമയം എങ്ങനെ ഉണ്ടെന്നാണ്, അല്ലേ? അപ്പോൾ ഈ സമയം എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ദശാസന്ധി, അതിനകത്ത് മഹാദശയിൽ മറ്റതിൻ്റെ എന്താ പറയുക ഇതുണ്ടാവും, എന്താ പറയുക, ദശാസന്ധികൾ വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നോക്കുക. ഇത് കോമൺലി നമ്മൾ പറയുന്നൊരു കാര്യം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രേവതി നക്ഷത്രത്തിന് മാത്രമല്ല, അപ്പോൾ എല്ലാ നക്ഷത്രങ്ങൾക്കും ഗുണമുണ്ടാവും. പക്ഷേ അത് അവരുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ യോഗങ്ങൾക്കനുസരിച്ചിട്ടാണ് ഓരോ ദശയിലും ഇത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ശുക്രദശയിൽ ഒരു ഗുണം ഉണ്ടാവില്ല, മനസ്സിലായോ? കാരണം അവർക്ക് അങ്ങനെ ഗുണം അനുഭവിക്കാനുള്ള ഒരു ക്രമത്തിൽ ഈ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ കുറേ വാർത്തകൾ കിട്ടും. ഇപ്പം ഐതിഹ്യത്തിലാണെങ്കിലും പറയുന്നുണ്ട്, ഇപ്പം കുറേ വാർത്തകളിലും വന്നിട്ടുണ്ട്, ഇന്ന നാളിൽ ജനിക്കാനായിട്ട് ഓപ്പറേഷൻ നേരത്തെ നടത്തണമെന്ന് പറയുന്നവർ ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. ഇതുപോലെ ആ ദശ കറക്റ്റാകാൻ വേണ്ടി കേതുവിനെ തട്ടി മാറ്റിയതും അവിടെ കൊണ്ട് നിർത്തിയതൊക്കെ പറഞ്ഞ കഥകൾ പറയുന്നുണ്ട്. അതിലാണ് ഞാൻ പറഞ്ഞത്, ഈ ജനനം എന്ന് പറയുന്നതിനകത്ത് വലിയൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ പറയില്ലേ, ജനിച്ച സമയം ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ടോ അങ്ങോട്ടോ മാറിയാൽ പ്രശ്നമാണെന്നല്ലേ പറയാ ജാതകത്തിൽ. അപ്പം അതാ ഞാൻ ചോദിച്ചത്. ഞാനിതിന് മുമ്പ് നമ്മൾ ചോദിച്ചതാ. ഇപ്പം ഞാനും ഇദ്ദേഹം ഒരേ സമയത്ത് ജനിച്ചാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും 2 അനുഭവമല്ലേ? ഇപ്പം ജനനം നടക്കുന്നത് അവിടെയല്ല എന്നുള്ളതാണ് വിഷയം. ഇത് തമ്മിൽ എന്താ പറയുക, മ്യൂട്ടേഷൻ നടക്കുമ്പോഴും അല്ല, ഇത് രണ്ടിലേതെങ്കിലും ഒന്നിന് ജീവൻ ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ? ഇപ്പം ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ചില പ്രോസസ്സ് ഉണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും, മനസ്സിലായി?
അങ്ങനെ വേണം ജാതകത്തെ അനലൈസ് ചെയ്യാൻ. അല്ലാതെ നമ്മൾ കുട്ടി ഇതിന് തന്നെ പല അഭിപ്രായമുണ്ട്. കുട്ടിയുടെ തല പുറത്തേക്ക് വരുന്ന സമയം, കുട്ടി ആദ്യമായിട്ട് കരയുന്ന സമയം, പൊക്കിൾക്കൊടി മുറിക്കുന്ന സമയം, ഇല്ലേ, കുട്ടീനെ നുള്ളുന്ന സമയം, അങ്ങനെ പല അല്ല അതുപോലെ തന്നെ അപ്പൊ ഈ പറഞ്ഞ പോലെ പല നാളുകളെ കുറിച്ച് പറയാറുണ്ട്. ഇപ്പൊ മകം പോലെ മകം പിറന്ന മങ്ക, ആയില്യം നക്ഷത്രക്കാരനാണെങ്കിൽ അയലക്കാരൻ അടിയായിരിക്കും. അപ്പം ഇതൊക്കെ പറയുന്നത് ഈ ഇപ്പം ഇതിപ്പം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കഥയല്ലല്ലോ. അപ്പൊ അതിന് കാരണം എന്താ വെച്ചാൽ ഈ പല ഹെട്രോ സജഷൻസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, പുറത്തുനിന്ന് വരുന്ന സജഷൻസിന് നമ്മുടെ തലച്ചോറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്ത് വെക്കും. ഇതിപ്പോൾ ഈ നമ്മൾ പണ്ട് കേൾവി വന്നിട്ട് എല്ലാ ആയില്യ നക്ഷത്രക്കാരും അയലോക്കത്തുണ്ടെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ഈ കാര്യം കേട്ടിട്ട് ആയില്യ നക്ഷത്രക്കാരുണ്ട്. ഇപ്പോൾ എന്നെ നാളെ 1-2 ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇത് പറഞ്ഞിട്ട്, അടുത്ത് ആയില്യ നക്ഷത്രമാണ് ഭയങ്കര പ്രശ്നം, അയാൾ ഇവിടുന്ന് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം എന്ത് ചെയ്യാൻ നമുക്ക്? അപ്പോൾ ഇങ്ങനത്തിലൊക്കെ പ്രശ്നങ്ങളായിട്ടൊക്കെ ആൾക്കാർ ഇത് ചിന്തിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമാണ്. എല്ലാ ആയില്യ നക്ഷത്രത്തിലും ഒരു നക്ഷത്രവും മോശമല്ല, ഒരു ഗ്രഹവും മോശമല്ല. എല്ലാ ഗ്രഹങ്ങളും ഇപ്പോൾ ശനി കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാക്കാമെന്നറിയോ? ഈ ശനി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ മോശമായിട്ട്, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് നമ്മൾ വാനനിരീക്ഷണം ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ് ജ്യോതിഷമൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ശുക്രൻ ഭയങ്കര തിളക്കമാണ് കാണാൻ നക്ഷത്രത്തിന്, അല്ലേ? തിളക്കമുള്ള കാര്യങ്ങളാണ്. ഒന്ന് കല്യാണം, പൈസ ഉണ്ടാവുക, കല്യാണം കഴിച്ചാലേ തിളക്കം ഉണ്ടോ എന്ന് അറിയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഇത് നല്ല കാര്യങ്ങളെല്ലാം എന്താണ് ശുക്രനുമായിട്ട് അങ്ങ് പിടിച്ചു. ശനി കുറച്ച് ഇരുണ്ട ഗ്രഹമാണ്, അല്ലേ? ഇപ്പം ഇരുണ്ടതിനോട് നമുക്ക് പൊതുവേ പണ്ടേ ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണല്ലോ. അപ്പോൾ ഈ ദോഷമുള്ളതിനെ മുഴുവൻ ശനിയുടെ തലയിലിട്ടു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഇതിനെ കൃത്യമായി ശനി കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ശനിയുടെ മന്ത്രോപാസന, ശനിയുടെ യന്ത്രം ധരിക്കുന്നതുകൊണ്ടൊക്കെ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ ഇതിനെ അനലൈസ് ചെയ്ത് പരിഹാരം പറയുന്നിടത്താണ് പ്രശ്നം. ഇപ്പോൾ രാഹു എന്താ പറയുക, നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണം ഉണ്ടാക്കുന്നു, കുലത്തിനെ വർദ്ധിപ്പിക്കുന്നതൊക്കെയാണ്. പക്ഷേ രാഹുദോഷം അല്ലെങ്കിൽ സർപ്പവിഷയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സന്താനം ഉണ്ടാവില്ല എന്ന് നമ്മൾ ഒറ്റടിക്ക് പറയും. കാളസർപ്പയോഗം, രാഹു കേതുക്കൾക്കിടയിൽ മറ്റു ഗ്രഹങ്ങൾ വന്നില്ലെങ്കിൽ അപ്പം പ്രശ്നമാണ്. എന്നിട്ട് ഉടനെ നമ്മൾ കാളഹസ്തിക്ക് ചീട്ട് എഴുതി കൊടുക്കും, അല്ലെങ്കിൽ ഉടനെ വലിയ പരിഹാരമൊക്കെ ചെയ്യാൻ പറയും. എല്ലാ കാളസർപ്പയോഗവും പ്രശ്നമല്ല, മനസ്സിലായോ? അത് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പോൾ ശേഷനാഗൻ, ശങ്കൻ, വാസുകി, കാർഗോടകൻ, തക്ഷ, ഇങ്ങനെ ഒരുപാട് കാളസർപ്പയോഗമുണ്ട്. ചില കാളസർപ്പയോഗം വളരെ നല്ലതാണ്. അപ്പോൾ കോമൺ ആയിട്ട് എടുക്കുന്ന ചില സംഭവങ്ങളിൽ നിന്നാണ് ഈ പ്രശ്നം വരുന്നത്. ഈ നക്ഷത്രഫലത്തിനെ കുറിച്ചിട്ടൊക്കെ പണ്ടൊരു സ്ഥലത്തൊരു ഇത് നടത്തിയിരുന്നു. ഒരു 100 ആളെ ഒരു സ്ഥലത്തിരുത്തിയിട്ട് എല്ലാവർക്കും അവരവരുടെ നക്ഷത്രഫലം എഴുതി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ശരിയാവുന്നതെല്ലാം ഇതിനകത്ത് കറക്റ്റ് ചെയ്ത് വിടാൻ പറഞ്ഞു. അങ്ങനെ ഇവരിത് കറക്റ്റ് ചെയ്ത സമയത്ത് 98% ആൾക്കാർക്കും എല്ലാം വളരെ കൃത്യമാണ് പറഞ്ഞത്. നക്ഷത്രഫലത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമാണ്. പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാവർക്കും കൊടുത്ത ഒരേ ഫലമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള കാര്യം എന്ന് വെച്ചാൽ ആദ്യം തന്നെ നക്ഷത്രഫലം പറയുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം. ആദ്യം നമ്മൾ കുറച്ച് നമ്മളങ്ങ് പൊക്കിയിട്ടാണ് പറയാം, അല്ലേ? നിങ്ങൾക്ക് അടുത്ത ആഴ്ച എന്തോ കിട്ടാണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ രാജാവായിരുന്നു, പുഴുവാന്നൊന്നും പറയില്ല, മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൊള്ളാലോ, കുഴപ്പമില്ല എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് വരും. എന്നിട്ട് പിന്നെ നമ്മൾ 1-2 നെഗറ്റീവ്സ് ഇടും. നിങ്ങൾക്ക് മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടോ? ഇതെല്ലാവർക്കും ഇല്ലേ? അപ്പോൾ ഇതിന് മാനസികമായിട്ട് പ്രശ്നമില്ലാത്ത ആൾക്കാരില്ലല്ലോ. പിന്നെ ധനനഷ്ടം, ഇതെല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും പൈസ ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ കോമൺ ആയിട്ടുള്ള കാര്യം പറയുന്ന നിങ്ങൾ തന്നെ എടുത്ത് നോക്കിയാൽ മതി. നക്ഷത്രഫലം എടുത്തിട്ട് ഒരു 2-3 നക്ഷത്രഫലം എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ സാമ്യമുണ്ടാവും. അങ്ങോട്ട് പണ്ട് പറയല്ലോ, ഈ മാസികകളിലും പത്രങ്ങളിലും വരുന്ന നക്ഷത്രഫലം നോക്കിയാൽ ഒരാഴ്ചയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടും. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എല്ലാം ഈ നക്ഷത്രഫലമൊക്കെ ഈ കോമൺ ആയിട്ടുള്ള ഇതൊന്നും എല്ലാവർക്കും എഫക്റ്റീവ് അല്ല. ജാതകവശാൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഫലത്തിൽ, അത് ഒരേ സമയത്തിൽ ജനിച്ച ആൾക്കാർക്കും നമ്മൾ ഇൻഡെപ്തിൽ പരിശോധിച്ചാൽ 2 പേർക്കും 2 രീതിയിലാണ് വർക്ക് ചെയ്യുക. അവിടെയാണ് പ്രശ്നം. അതാണല്ലോ ടാറ്റയും ബിർളയും ജനിച്ച സമയത്ത് ജനിച്ച ആൾക്കാരൊന്നും അവരാകുന്നില്ലല്ലോ. അപ്പോൾ എപ്പോഴും ഡൗട്ടുള്ളൂ, ഇപ്പോൾ ടാറ്റയാണെങ്കിലും ബിർളയാണെങ്കിലും അംബാനിയാണെങ്കിലും ഇവർക്കൊന്നും ശനിദശ ഉണ്ടാകാറില്ലേ? കാരണം ബേസിക്കലി മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഫിനാൻസ് ആണല്ലോ, പൈസയാണല്ലോ. പ്രശ്നമില്ലാത്ത ആൾക്കാരില്ലല്ലോ, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടല്ലോ. പ്രശ്നങ്ങളില്ലാതെ സുഖം മാത്രമായിട്ട് ആരും പോകുന്നില്ല. അപ്പോൾ ഈ ടാറ്റയ്ക്കും ബിർളയ്ക്കും അംബാനിക്കും ഇതേപോലെ തന്നെ നക്ഷത്രഫലം കൊടുത്താൽ മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാവും, ഇല്ലേ? അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. അപ്പം ജാതകത്തെക്കാട്ടും കൃത്യമായിട്ട് വരുന്നതാണ് എന്ത് നക്ഷത്രഫലം എന്ന് നമുക്ക് തോന്നും. അതാ ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ടാറ്റയ്ക്കും ശനിദശയ്ക്ക് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ കാഠിന്യത്തിന് വ്യത്യാസം ഉണ്ടാവും. ചില സമയത്ത് ഈ പുള്ളിക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഇത് ശനിദശയല്ല, ചിലപ്പോൾ അയാൾക്ക് ശുക്രദശയിലും പ്രശ്നം ഉണ്ടാവും.
അത് ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നതിനനുസരിച്ച്, ഇത് സ്വാധീനിക്കുന്നതിനനുസരിച്ച് അയാൾക്ക് ഓരോ സമയത്ത് ഓരോ ദശാസന്ധിയിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് എൻറ്റയർലി ഡിഫറെൻറ്റാണ്. നമ്മൾ ഈ പറയുന്ന കോമൺ ആയിട്ടുള്ള ഫലം പറച്ചിലല്ല അതിനകത്തുള്ള അടിസ്ഥാനം. മനസ്സിലായി. ഇപ്പം ശനിദശയെക്കുറിച്ച് പറഞ്ഞാണ് ചില സമയത്ത് ആൾക്കാർ പറയുന്നത് ശനിദശയാണ്, അപ്പം നിന്റെ കയ്യിൽ നിന്ന് ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്, അപ്പം ഏതായാലും ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്, ഞാൻ വീട് വെക്കാൻ പോവാ. ഒരാൾ ജനിക്കുന്ന സമയത്ത് തന്നെ ഇത്തരം ഈ കടന്നു പോകാൻ സാധ്യതയുള്ള ഇത്തരം പ്രശ്നങ്ങളൊക്കെ നേരത്തെ എഴുതി വെച്ച പോലെ ഉള്ളത് തന്നെയാണോ? അതായത് ഒരാൾ മരിക്കാൻ പോകുന്ന സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നേരത്തെ എഴുതി വെച്ച പോലെ തന്നെ ഉള്ളത് തന്നെയാണോ ജാതകത്തിൽ? നേരത്തെ എഴുതി വെക്കുന്നതല്ല. അതായത് ഇപ്പം നമ്മൾ ജനിച്ച ഒരാളുടെ സമയത്ത് ഈ ജനിച്ച സമയം വെച്ചിട്ട്, ഞാൻ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ ജനിക്കുന്ന സമയം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്രമമുണ്ട്. അതിനകത്ത് ഈ ദശാസന്ധി നോക്കിക്കഴിഞ്ഞാൽ പലർക്കും ദശാസന്ധി, ചില ആൾക്കാർക്ക് 102 വയസ്സ് വരെയൊക്കെ ദശാസന്ധി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് ആയുസ് കൂടുതലാണെന്നൊക്കെ പറയുന്നത് കാണാം. അപ്പോൾ അത് ആ ഒരു രീതിയിലാണ്. പക്ഷേ ഇതിനകത്തുള്ള കാൽക്കുലേഷനകത്ത് പ്രശ്നമുണ്ട്. അതായത് നമ്മൾ കോമൺലി ജനിച്ചൊരു സമയം വെച്ചിട്ടല്ലേ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിന് ഇൻഡെപ്തിൽ പരിശോധിക്കുന്ന ക്രമങ്ങൾ വേറെയുണ്ട്. അത് പ്രാചീന ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലത്തെ നമ്മുടെ ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾക്ക് അത്ര പ്രാധാന്യമില്ല. അത് കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ടുള്ള ക്രമങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ഇതിനെ എടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡെപ്തിൽ നമുക്ക് പറയാൻ പറ്റും അയാൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇന്ന വയസ്സിലായാലും ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഒരു DNA നമ്മൾ അനലൈസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അനലൈസ് ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ജന്മം ഈ പറഞ്ഞ പോലെ DNA പ്രകാരമാണ് അച്ഛൻ്റെയും അമ്മയുടെയും ജീവനാണ് ഒരു കുട്ടി എന്ന് പറയുന്നതല്ലോ. അപ്പോൾ അതിനകത്ത് അവർക്ക് ഉണ്ടാവുന്ന ഡിസോർഡേഴ്സ് പോലെ ഇതിനെ നമുക്ക് കൃത്യമായി അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു രീതിയല്ല എന്ന് മാത്രം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതിൽ എല്ലാവരും പറയുന്നത് തന്നെയാണ്, ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു കണക്ക് കൂട്ടലാണ്. ആ കണക്ക് കൂട്ടൽ ഓരോ ജ്യോതിഷനും എന്താണോ അദ്ദേഹത്തിന് കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, അദ്ദേഹത്തിൻ്റെ വിവർത്തനം എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും ഓരോരുത്തരുടെയും പറയപ്പെടുന്ന കാര്യങ്ങൾ പറയുന്നത്. അതാണ് ഇപ്പോഴത്തെ നമുക്ക് ഈ രാശി വെക്കുന്നതിനകത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ കയ്യിൽ വാരുന്നതനുസരിച്ചിട്ടാണ് ഇത് എടുക്കുക. ഇപ്പോൾ കേവലം ഈ പണ്ട് കാലത്ത് നമ്മൾ ഈ കവടി ഉപയോഗിച്ചിരുന്നതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ പ്രശ്നം വെക്കുമ്പോൾ അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉപയോഗിച്ചിരുന്നത്. അംശക്കവടി, വലിയ വട്ടത്തിനുള്ള കവടിയെ കണ്ടിട്ടുണ്ടാവും. ഇത് 0 പകരം ഉപയോഗിക്കും, 100 പകരം ഇങ്ങനെയൊക്കെയുള്ള ക്രമങ്ങളുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചതാണ്. ഇതിനെ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ പ്രശ്നം വെക്കുന്ന രീതി വ്യത്യാസമുണ്ട്. തമിഴ്നാട്ടിൽ നമ്മളിവിടെ ഇങ്ങനെ നോക്കിയിട്ട്, തമിഴ്നാട്ടിൽ ഇതെല്ലാം കൂടി എടുത്ത് മേലോട്ട് എറിയും. കമന്ന് വീഴുന്നതും മലന്ന് വീഴുന്നതും നോക്കിയിട്ടാണ് കണക്കെടുക്കുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കൈ ഭയങ്കര വലിയ കൈയാണ്, അയാളുടെ കൈ കിട്ടുന്നതും ചെറിയ കൈയുള്ള ഒരാൾ ഇരുന്നാലും രണ്ടല്ലേ കിട്ടുക. അപ്പോൾ ഇതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ആക്യുറസിക്ക് പ്രശ്നമുണ്ട്. അപ്പം ഒരാളുടെ സ്ഫുടം അല്ലെങ്കിൽ ഒരാളുടെ എന്താ പറയുക ആരൂഢം എടുക്കുന്നതിന് ഇതല്ലാതെ ഇപ്പം ഞാനും താങ്കളും ഇദ്ദേഹം ഒക്കെ എടുത്താലും ഒരേ ആരൂഢം കിട്ടുന്ന കാൽക്കുലേഷൻസ് ഉണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ അതിന് അക്യുറസി ഉണ്ട്. ഞാൻ പറയുന്ന ഫലവും താങ്കൾ പറയുന്ന ഫലവും ഇദ്ദേഹം പറയുന്ന ഫലവും ഒന്നായിരിക്കും. പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ ചില നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്ത് എടുക്കുന്നതെന്നുള്ളൊരു വിഷയമുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഇംപെർഫെക്ഷൻസ് വരുന്നത്. അത് ജ്യോതിഷം പ്രശ്നമായതുകൊണ്ടല്ല. അല്ല, ഇപ്പം നമ്മൾ പൊതുവേ പറയപ്പെടുന്ന ഒരാളുണ്ട്, ഒരിക്കലും ഒരാളും പൂർണ്ണന്മാരായിട്ട് ജനിക്കാറില്ല. ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു മനുഷ്യൻ ഉണ്ടാകാറില്ല. അയാൾക്ക് എന്തെങ്കിലും ഒരു അയാളുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ അയാളുടെ സ്കില്ലിലോ അയാളുടെ പഠനത്തിലോ എന്തെങ്കിലും ഒരു കുറവുകൾ ഉണ്ടായിരിക്കും എല്ലാ മനുഷ്യരിലും. ആ പറഞ്ഞ പോലെ എല്ലാ ജാതകങ്ങൾക്കും എല്ലാ രാശിക്കും അതിൻ്റെതായിട്ട് കുറവുകളും നല്ലതും ഉണ്ടായിരിക്കും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുക. അതിന് എന്താണ് ജ്യോതിഷ സൈഡിൽ നിന്ന് ഒരു ഹെൽപ്പ് കിട്ടാൻ നമുക്ക് ക്ലോസ്ഡ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്നാണ് പറയാറ്. അപ്പോൾ ക്ലോസ്ഡ് പെർഫെക്റ്റ് എന്നുള്ളത് പെർഫെക്റ്റിനോട് അത്രയും അടുത്ത് നിൽക്കുന്ന പോലെ നമുക്ക് എങ്ങനെ ഒന്നിനെ മാറ്റിയെടുക്കാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ ചോദിച്ചതിനകത്ത് തന്നെ അതിനുള്ള ഉത്തരവുണ്ട്. ഒരു മനുഷ്യനകത്ത് ഗുണവും ദോഷവും ഉണ്ട്. മനുഷ്യനെ കുറിച്ച് പറയുന്ന ജാതകത്തിലും ഗുണവും ദോഷവും ഉണ്ട്. മനസ്സിലായി? അപ്പോൾ ഈ ഗുണമാണോ ദോഷമാണോ ഇയാൾക്ക് എഫക്റ്റ് ചെയ്യുന്നത്? ഇതാണ് പ്രശ്നം. ഇയാൾ ജനിച്ച സമയത്തിനെ വെച്ചിട്ട് ഓരോ ഗ്രഹങ്ങൾ ഇയാളെ സ്വാധീനിക്കുന്നത്. ഗ്രഹങ്ങളെ നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആകാശത്തിനപ്പുറത്തുള്ള ഗ്രഹങ്ങളാണെന്ന് പറയാം, അതല്ലെങ്കിൽ ഇത് നമ്മൾ ചെലുത്തുന്ന റേസ് ആണെന്ന് പറയാം, ഇതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങളെ ഗ്രഹങ്ങളായിട്ട് എടുക്കുന്നുണ്ട്, ബ്രെയിനിൻ്റെ പല ഭാഗങ്ങളെ ഗ്രഹങ്ങളായിട്ട്. ഇത് ഞാൻ പറഞ്ഞ ഇതിനെ പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാവുന്ന രീതികളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത് നമ്മളെ എക്സ് ഓർ വൈ എങ്ങനെയാവട്ടെ, ഇത് നമ്മളെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് കൃത്യമായി അനലൈസ് ചെയ്ത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. സാധാരണ ജ്യോതിഷത്തിലെ നോട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. കൃത്യമായി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് നമ്മളെ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ,
അതിൽ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള സാധനമാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെഗറ്റീവായി നിൽക്കുന്ന ഗ്രഹങ്ങളെ ഒന്ന് നമ്മൾ റെഡ്യൂസ് ചെയ്യാനുള്ള പ്രോസസ്സുകൾ തന്ത്രശാസ്ത്രത്തിലുണ്ട്. അത് ഈ പറഞ്ഞ പോലെ യന്ത്രങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പൂജാതി ക്രമങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അതിനെ ഒന്ന്, പിന്നെ അവർ ചില മന്ത്രജപങ്ങളൊക്കെ ചെയ്യണം, കാരണം അവരിൽ ഇത് എഫക്റ്റ് ആവണമല്ലോ. അങ്ങനെ അത്തരത്തിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഗ്രഹങ്ങളുടെ ദുരവസ്ഥ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ മറ്റത് ആക്ടിവേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ അല്ലെങ്കിൽ കോസ്റ്റ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും ആ രീതിയിൽ. ഇപ്പം ഈ ഒരു പൊതുവെയുള്ളൊരു ഡൗട്ടാണ്, അതായത് ഇപ്പം നമുക്കൊരു മോശം സമയമാണ്, ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മൾ പറയുന്ന കാര്യങ്ങളുമാണ് നമുക്ക് തിരിച്ചു വരുന്നത് അല്ലേ? മോശം ഇപ്പം ഞാൻ എൻ്റെ മോശം സമയത്ത് എൻ്റെ ഫിനാൻഷ്യൽ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കൂടുതൽ പൈസ റോൾ ചെയ്യാനോ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റും. അപ്പം ആ ഒരു മോശം സമയത്ത് നമുക്ക് വെറുതെ ഇരുന്നാലും മോശം സമയം അത്ര കാഠിന്യത്തോടെ കൂടെ ഉണ്ടാവും. സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതെന്താ കാര്യം? അതുകൊണ്ടാണ് അത് മോശ സമയം എന്ന് പറയുന്നത്. ഇത് മോശ സമയം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ആ നമ്മൾ ആദ്യം ചിലർ പറയും, പണ്ടുള്ളവരുണ്ട് ഇപ്പൊ മോശ സമയം, നീ അധികാരം മോശം ഇരിക്കില്ലല്ലോ. ഇത് മോശ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, ഫിനാൻഷ്യലി ടൈറ്റ് ആയിരിക്കും, അസുഖം ഉണ്ടാവും. ഈ സമയത്ത് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അബദ്ധം. എന്തുകൊണ്ട് അബദ്ധമാവുന്നു? കാരണം 10 പ്രശ്നങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എങ്ങനെ ഫോക്കസ് ചെയ്യിപ്പിക്കുക? നമ്മൾ പണ്ട് ഗണപതിയുടെ ഒരു വീഡിയോ പറഞ്ഞല്ലോ, നിർവിഘ്നത എന്ന് പറയുന്നത്. അതായത് ബുദ്ധിയും സിദ്ധിയും, ഇതാണ് ഗണപതിയിലെ അധിഷ്ഠിതമായിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഗണപതിയുടെ ഭാര്യമാരായിട്ട് പറയുന്നു. അപ്പം നിർവിഘ്നത ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ബുദ്ധി ഉപയോഗിച്ച് ഒരു കാര്യത്തെ അനലൈസ് ചെയ്ത്, സിദ്ധി എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന ക്രമം, അപ്ലൈ ചെയ്ത് ഇതിനെ വർക്കൗട്ട് ചെയ്താൽ നിർവിഘ്നത വന്നു, ബ്ലോക്ക് മാറും. അപ്പോൾ ആ ഒരു കോൺസെൻട്രേഷൻ നൽകാൻ സഹായിക്കുന്ന, ബുദ്ധിയും സിദ്ധിയും ഒരുപോലെ കൃത്യമായി അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന മന്ത്രതരംഗമാണ് ഗണപതി. അതുപോലെ നമുക്ക് ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെ കൃത്യമായി അനലൈസ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ ദോഷ സമയത്ത് നമുക്ക് ഇപ്പം ഒരാൾ ബിസിനസ്സിൽ പൈസ ഉണ്ടായിട്ട് പൊട്ടുന്നത് എന്തുകൊണ്ടാണ്? അയാൾ അതിനെ കൃത്യമായി മനസ്സിലാക്കാതെ ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലാതെ ഒരു ദിവസം നമ്മൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ വിചാരിക്കും ഇന്നിപ്പം പോയിട്ട് 4 പ്രശ്നം ഉണ്ടാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആരും പോയിട്ട് ചെയ്യില്ലല്ലോ. നമ്മൾ അറിയാതെ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രശ്നത്തിൽ പോയി പെടുകയാണ്. എങ്ങനെ പെടുന്നു? നമ്മുടെ കോൺസെൻട്രേഷൻ കുറവുള്ളൂ, ബുദ്ധി കൃത്യമല്ല, നമുക്കത് അപ്ലൈ ചെയ്യുന്നിടത്ത് പ്രശ്നം പറ്റുന്നു. അങ്ങനെയാണ് നമ്മൾ പെട്ടുപോകുന്നത്. അത് എന്തുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത? മനസമാധാനം ഇല്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും വ്യഗ്രതയെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലേ, ഈ വ്യഗ്രത വന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഫലവത്താവില്ല. അത് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്കൊരു ഭയങ്കര പ്രശ്നം വരുമ്പോൾ കൂടുതൽ നമ്മൾ ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം രൂക്ഷിക്കുന്ന കാണാം. അത് മാനിഫെസ്റ്റേഷൻ അല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ ആ പ്രശ്നത്തിൽ കൂടുതൽ ഇൻവോൾവാണ്. എപ്പോഴും അവിടെ നിന്ന് മാറി നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. ഒരു പ്രശ്നത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് ആ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ കാണാൻ ഭയങ്കര പണിയാണ് അല്ലേ? അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത്ര പോലും വിവരമില്ലാത്ത മറ്റൊരാൾ അയാൾക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അയാൾക്ക് പ്രശ്നമില്ല, അയാൾ ഇമോഷണലി ഫ്രീ ആണ്, ബുദ്ധിപരമായിട്ട് അയാൾ ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയി ഇരുന്നാൽ നമുക്ക് അത്, അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്രീ ആയിരിക്കാൻ പഠിപ്പിക്കുന്ന ചില മെത്തേഡുകൾ നമുക്കിതിനകത്തുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പ്രശ്നത്തെ തരണം ചെയ്ത് കൊണ്ടുപോകാം. എന്തിനാണ് ഈ ശനി പ്രശ്നം വരുമ്പോൾ നമ്മൾ എള്ളുതിരി കത്തിക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എള്ള് കത്തിക്കുന്ന സമയത്ത്, എള്ളെന്ന് കത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന അത് ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ശാന്തതയും ബുദ്ധിയും ഉണ്ടാക്കാവുന്നതായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇത് കത്തിച്ച് നമ്മൾ ശനിയുടെ മുന്നിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് ശാന്തമാവും. ആദ്യം നമ്മൾ മനസ്സിൽ ശനിദോഷം എന്നുള്ള പ്രശ്നം മനസ്സിൽ നിന്ന് ആദ്യം എടുത്ത് മാറ്റുക, എന്നാൽ തന്നെ ശനിദോഷം പകുതി തീരും. നമസ്കാരം.